ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വടകര നഗരസഭയ്ക്ക് കീഴിൽ ഹരിത വടകര പരിസ്ഥിതി സംഘടനയും ട്രിബ്യൂട്ട് ബൈ ബ്രോണറ്റ് ഗ്രൂപ്പും ചേർന്ന് ഗ്രീനിംഗ് വടകര പദ്ധതി നടപ്പിലാക്കുന്നു. നഗരസഭയിലെ ഓരോ വീട്ടുവളപ്പിലും ഓരോ വൃക്ഷത്തൈ നട്ട് പരിപാലിക്കുന്ന പദ്ധതിയാണിത്. ബഡ് ചെയ്യാത്ത മാവ്, പ്ലാവ്, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, പേരക്ക, സപ്പോട്ട തുടങ്ങിയ നാടൻ ഫലവൃക്ഷ തൈകളാണ് നടുക. ഒരു സംഘം വന്ന് വീട്ടുവളപ്പിൽ കുഴിയെടുത്ത് വൃക്ഷത്തൈ നട്ട് മണ്ണ് മൂടി ആദ്യ നനച്ചു പോകും. വീട്ടുടമ പിന്നീട് ആ തൈ സംരക്ഷിച്ചാൽ മതി. വൃക്ഷത്തൈയുടെ ഉടമയും സംരക്ഷകരും എന്ന പേരിൽ കുടുംബാംഗങ്ങളുടെ ഫോൺ നമ്പറുകളും ശേഖരിക്കും. വീട്ടുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച് ഓരോ 3 മാസത്തെയും വളർച്ച പ്രകടമാക്കുന്ന വൃക്ഷത്തൈയുടെ ഫോട്ടോയെടുത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷൻ PK ശശി അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് നിർവഹിച്ചു. ഹരിത വടകരയുടെ കോർഡിനേറ്റർ വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായിരുന്നു. ട്രിബ്യൂട്ട് പ്രതിനിധി M റസീല പദ്ധതി വിശദീകരിച്ചു. സിനിമാ സംവിധായകൻ പപ്പൻ നരിപ്പറ്റ ഹരിത സന്ദേശം നൽകി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ EK രമണി, കൗൺസിലർ ബിജുൽ അയടത്തിൽ, പവിത്രൻ വണ്ണാറത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൗൺസിലർ സഫീറ നസീർ, CP ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആദ്യ ദിവസം 50 വീടുവളപ്പുകളിൽ വൃക്ഷത്തൈകൾ നട്ടു. 1ാം ഘട്ടത്തിൽ ഓരോ ഡിവിഷനിലും ഓരോ ദിവസമാണ് വൃക്ഷത്തൈകൾ നടുന്നത്. പിന്നീട് ബാക്കിയുള്ള മുഴുവൻ വീട്ടുവളപ്പിലും നടും. ഒരു ദിവസം 50 മുതൽ 60 വരെ തൈകളാണ് നടുന്നത്. ന്യൂസ് ബ്യൂറോ, വടകര. കേളുകേട്ടൻ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ